കേരള സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ എല്ലാ വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കുന്ന ബൃഹത് പദ്ധതിയാണ് എന്റെ ഭൂമി. കോഴ്സ്, RTK, റോബോട്ടിക് ETS, ഡ്രോൺ ഇവ ഉപയോഗിച്ച് ഉപഗ്രഹ സഹായത്തോടെയാണ് ഈ സർവേ പൂർത്തിയാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നടത്തിയ ഡിജിറ്റൽ റീസർവേയിൽ ഉൾപ്പെട്ട 200 വില്ലേജുകളിൽ ഭൂമി ഉള്ളവരുടെ ഉടമസ്ഥതാ വിവരങ്ങൾ എന്റെ ഭൂമി എന്ന പോർട്ടലിൽ ഉൾപ്പെട്ടു വന്നിട്ടുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടതും ഉൾപ്പെട്ടു വന്നിട്ടില്ലെങ്കിൽ വിവരം റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. 4 ലക്ഷത്തോളം വിവരങ്ങൾ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ വിവരം ശരിയായി ഉൾപ്പെട്ടു വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന വിധം ഡെമോൺസ്ട്രേഷനായി ഇവിടെ കാണിക്കാം. ഗൂഗിളിൽ എന്റെ ഭൂമി .kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ID നമ്മുടെ മൊബൈൽ നമ്പറാണ്. പാസ്വേഡ് ഇല്ലാത്തവർ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നതിന് പേര്, വിലാസം, ജില്ല, താലൂക്ക്, വില്ലേജ്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ വിവരങ്ങൾ നൽകി മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം. OTP ഉപയോഗിച്ചാണ് വെരിഫൈ ചെയ്യേണ്ടത്. വെരിഫിക്കേഷൻ സക്സസ് ആയാൽ നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഇനി നമ്മുടെ പാസ്വേഡ് ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ 2 ടാബ് കാണാം. ഭൂവിവരങ്ങൾ തിരയുക എന്ന ഈ ടാബ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്നും ആദ്യഘട്ട 200 വില്ലേജുകളുടെ ലിസ്റ്റ് പരിശോധിച്ച് നമ്മുടെ വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടന്നിട്ടുണ്ടോ എന്ന് അറിയാം. നമ്മുടെ വില്ലേജ് ഉൾപ്പെട്ടു വന്നു എങ്കിൽ ഭൂവിവരങ്ങൾ തിരയാം. ജില്ല, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക്, സർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ ഇവ നൽകി കപ്ച നൽകണം. ഇനി തിരയുക എന്ന ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഭൂവിവരങ്ങൾ കാണാം. പട്ടയദാരന്റെ പേര്, വിലാസം, തണ്ടപ്പേർ നമ്പർ, സർവേ നമ്പർ, ഇനം, തരം, വിസ്തീർണം, ഭൂമിയുടെ ഉപയോഗം തുടങ്ങിയ എല്ലാ വിവരങ്ങളും കാണാം. വിവരങ്ങളിൽ അപാകം ഉണ്ടെങ്കിൽ വിവരം റിപ്പോർട്ട് ചെയ്യുക എന്ന ടാബ് വഴി വിവരം റിപ്പോർട്ട് ചെയ്യാം. അതാത് ജില്ലകളിലെ റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർമാരാണ് ഈ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. സർവേ വകുപ്പ് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചു വന്നിരുന്ന ചില സാമ്പ്രദായിക രേഖകൾ പരിചയപ്പെടാം. ഇതാണ് ലിത്തോ മാപ്പ്, ഇത് എസ്റ്റേറ്റ് മാപ്പ്, ഇത് ജില്ലാ മാപ്പ്, ഇത് പഴയകാലത്തെ FMB ആണ്. ഇത് √S/S-A എന്ന ഫോർമുല ഉപയോഗിച്ച് തയ്യാറാക്കി വരുന്നതാണ്. ഇതാണ് ബ്ലൂ പ്രിന്റ് സ്കെച്ച്, ഇത് സ്റ്റേറ്റ് ബൗണ്ടറി സ്കെച്ച്, ഇത് സെറ്റിൽമെന്റ് രജിസ്റ്റർ, ഇത് ബ്ലോക്ക് മാപ്പ്, ഇത് പുതിയ ട്രയാങ്കുലേഷൻ മെത്തേഡിലുള്ള FMB സ്കെച്ച്, ഇത് ഡിമാർക്കേഷൻ സ്കെച്ച്, ഇതാണ് ലൊക്കേഷൻ സ്കെച്ച്, ഇത് ആയക്കട്ട് രജിസ്റ്റർ, ഇത് ലാൻഡ് രജിസ്റ്റർ, ഇത് ട്രാവേഴ്സ് രജിസ്റ്റർ, ഇത് ഏരിയ രജിസ്റ്റർ, ഇത് കോറിലേഷൻ സ്റ്റേറ്റ്മെന്റ്, ഇത് BTR, ഇത് പുറംപോക്ക് രജിസ്റ്റർ, ഇത് തണ്ടപ്പേർ രജിസ്റ്റർ, ഇത് തരിശ് രജിസ്റ്റർ. ഈ വീഡിയോ അവസാനിക്കുകയാണ്. സർവേ സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. താങ്ക് യു.